ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ ഫാമിലിയിൽ തന്നെ പെടുന്ന പോളികോണിക് പ്രൊജക്ഷൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ്. പോളികോണിക് എന്ന ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കോണിന് പകരം മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കോൺസ് ഗ്ലോബിൽ ഫിക്സ് ചെയ്ത് അതിലേക്ക് ഗ്രാറ്റിക്യൂൾസ് പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്ന പ്രൊജക്ഷൻ മെത്തേഡാണ് പോളികോണിക് പ്രൊജക്ഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്ഷൻ്റെ പ്രത്യേകത കോണിക്കൽ ഫാമിലിയിൽ പെടുന്ന ബാക്കിയുള്ള പ്രൊജക്ഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവയുടെ പാരലൽസ് നോൺ കോൺസെൻട്രിക് സർക്കുലർ ആർക്കുകളാണ്. ബാക്കിയുള്ള കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് 1 സ്റ്റാൻഡേർഡ് പാരലൽ, 2 സ്റ്റാൻഡേർഡ് പാരലൽ, ബോൺസ് പ്രൊജക്ഷനിലെല്ലാം കോൺസെൻട്രിക് സർക്കുലർ ആർക്കുകളായിരുന്നു. ഇവിടെ നോൺ കോൺസെൻട്രിക് സർക്കുലർ ആർക്കുകളാണ്. അതുപോലെ തന്നെ മെറീഡിയൻസ് എന്ന് പറയുന്ന ബോൺസ് പ്രൊജക്ഷനിലേതുപോലെ കർവ്ഡ് ആണ് എക്സെപ്റ്റ് ദ സെൻട്രൽ മെറീഡിയൻ. ഈ സെൻട്രൽ മെറീഡിയൻ മാത്രമാണ് ഡിസ്റ്റോർഷൻ ഫ്രീ ആയിട്ടുള്ള ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റോർഷൻ സെൻട്രൽ മെറീഡിയനിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ ഏരിയാസിലെ ഡിസ്റ്റോർഷനും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ഷൻ ഏറ്റവും അധികം സ്യൂട്ടാകുന്നത് നോർത്ത് സൗത്ത് എക്സ്റ്റെൻറ്റ് കൂടുതലുള്ള ഏരിയാസ് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ പോളികോണിക് പ്രൊജക്ഷൻ ഫോർ ആൻ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം 30 ഡിഗ്രി നോർത്ത് ടു 75 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് and 45 degree west to 45 degree east longitudes on a scale of 1:200 million and projection interval 15 degree. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്, ലോങ്ജിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്, സ്കെയിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വരയ്ക്കേണ്ട പ്രൊജക്ഷൻ ഇൻ്റർവെലും തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഇഞ്ചസിൽ വേണമെങ്കിലും സെൻറ്റിമീറ്ററിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിവിടെ സെൻറ്റിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 640 മില്യൺ ആണ് എടുക്കുക. ദെൻ ഡിവൈഡഡ് ബൈ ഗിവൻ റേഡിയസ് എന്ന് പറയുന്നത് 200 മില്യൺ. ആക്ച്വൽ റേഡിയസ് ഡിവൈഡഡ് ബൈ ഗിവൻ റേഡിയസ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇഞ്ചസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഞ്ചസിൽ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര എടുക്കണം? ആക്ച്വൽ റേഡിയസ് 640 മില്യൺ എടുക്കുന്നതിന് പകരം നമുക്ക് ഇഞ്ചസിൽ എടുക്കുന്നവർ 250 മില്യൺ എടുക്കുക. 250 മില്യൺ ഡിവൈഡഡ് ബൈ 200 മില്യൺ എടുക്കുക. അപ്പോൾ 1.25 ഇഞ്ചസ് എന്ന് കിട്ടും. കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് 1 സ്റ്റാൻഡേർഡ് പാരലലിലും 2 സ്റ്റാൻഡേർഡ് പാരലലിലും അതുപോലെ തന്നെ ബോൺസ് പ്രൊജക്ഷനിലൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് പാരലൽ കണ്ടുപിടുത്തി വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പാരലൽ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പാരലൽസും സ്റ്റാൻഡേർഡ് പാരലൽസ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ പാരലൽസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബേസ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ബേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്തായ 3.2 കോമ്പസിൽ അളന്നെടുക്കണം. ദെൻ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ വരച്ചെടുക്കുക. ദെൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് പോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. 90 ഡിഗ്രി ലൈൻ വരച്ചു കൊടുക്കുക. ഇത്തിരി നീട്ടി അങ്ങ് വരച്ചേക്കുക കേട്ടോ, അതിൻ്റെ ആവശ്യമുണ്ട്. മുകളിലോട്ട് നീട്ടി വരയ്ക്കുക. നമുക്കിവിടെ എല്ലാ ഡയഗ്രത്തിലും വരയ്ക്കുന്ന പോലെ പ്രൊജക്ഷൻ ഇൻ്റർവെൽ ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് പാരലൽസ് നമുക്ക് തന്നിട്ടുള്ള പാരലൽസ് നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രി നോർത്ത് മുതൽ 75 ഡിഗ്രി നോർത്ത് വരെയാണ് 15 ഡിഗ്രി ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പാരലൽസ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്? 30 ഡിഗ്രി വേണം, ദെൻ 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി. ഇങ്ങനെ 4 പാരലൽസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊജക്ഷൻ ഇൻ്റർവെലായ 15 ഡിഗ്രി മാർക്ക് ചെയ്യുക ഫസ്റ്റ്. ദെൻ നമുക്ക് വേണ്ട പാരലൽസ് ആയ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റേഡിയായി വരച്ചു കൊടുക്കുക. ഇത് പ്രൊജക്ഷൻ ഇൻ്റർവെൽ 50 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് നെയിം ചെയ്ത് കൊടുക്കാം. സെൻറ്റർ O എന്ന് കൊടുക്കാം. A, B, C,
ഡി ഇ എഫ്, ദെൻ ഇത് നോർത്ത് സൗത്ത്, ഇത്രയും നെയിം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ പാരലൽസ് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ പാരലൽസും സ്റ്റാൻഡേർഡ് പാരലൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഓരോ പാരലൽസിൽ നിന്നും ടാൻജൻറ്റ് വരച്ചു കൊടുക്കുക. അതായത് ഒ സിക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഒ ഡിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഒ ഇക്ക്, അങ്ങനെ ഓരോന്നിനും പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത് പ്രൊട്രാക്ടറിൻ്റെ ഈ പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റ് കൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെയും എഡ്ജിൽ വയ്ക്കുന്നു. ഒ സി, അപ്പോൾ സിയുടെ ഈ പോയിൻറ്റിൽ ഇവിടെ വയ്ക്കുന്നു. ദെൻ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. സിയിൽ നിന്ന് ടാൻജൻറ്റ് വരച്ചു കൊടുക്കുന്നു. ദെൻ അതിനെ നമുക്ക് സി ഡാഷ് എന്ന് നെയിം ചെയ്യാം. ദെൻ അതുപോലെ ഡിയിൽ നിന്നും ഇയിൽ നിന്നും എഫിൽ നിന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്ത് പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു. സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ്. നിങ്ങൾക്ക് ഇവിടെ പി ക്യു ആർ എസ് ടിന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് നെയിം ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, കോമ്പസ് എടുക്കുക. പ്രൊജക്ഷൻ ഇൻ്റർവെലായ 15 ഡിഗ്രിയുടെ ഡിസ്റ്റൻസായ എ ബി മാർക്ക് ചെയ്യുക. എ ബി കോമ്പസിലെടുക്കുക. ഇതുവരെയുള്ള എല്ലാ കോണിക്കൽ പ്രൊജക്ഷനുകളിലും ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഓരോ സ്റ്റാൻഡേർഡ് പാരലലിലും ഈ ആർക്കിൽ മുട്ടുന്ന പോയിന്റിൽ നിന്ന് ഒ എന്നിലേക്ക് ഒ എ ലൈനിന് പാരലലായിട്ട് ഒ എന്നിലേക്ക് വരച്ച് ജോയിൻ ചെയ്യുക. ബോൺസ് പ്രൊജക്ഷനിൽ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ, പാരലലായിരിക്കണം. അവയ്ക്ക് നെയിം ചെയ്ത് കൊടുക്കാം. പി ഡാഷ്, ക്യൂ ഡാഷ്, ആർ ഡാഷ്, എസ് ഡാഷ് നെയിം ചെയ്ത് കൊടുക്കും. ഇതോടുകൂടെ നമുക്ക് നമ്മുടെ ബേസ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒരുപാട് വാല്യൂസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മെയിൻ പ്രൊജക്ഷൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റും ഓരോ വാല്യൂ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ മെയിൻ ഡയഗ്രാം വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. മെയിൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. സെൻട്രൽ മെറീഡിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ദെൻ പാരലൽസ് എവിടെ നിന്നാണ് പാരലൽസ് വരയ്ക്കേണ്ട പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സി ഡാഷ് ഡി ഡാഷ് ഡിസ്റ്റൻസ്, ഡി ഡാഷ് ഇ ഡാഷ് ഡിസ്റ്റൻസ് നമുക്ക് കോമ്പസിലെടുക്കാം. ഡിസ്റ്റൻസ് ഏതാണെന്ന് മനസ്സിലായല്ലോ. സി ഡാഷ് ഡി ഡാഷ് ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പാരലൽസ് വരയ്ക്കേണ്ടത് ഇവിടെ അല്ല, പാരലൽസ് വരയ്ക്കേണ്ടത് ഇവിടെ നിന്നാണ് പാരലൽസ് വരയ്ക്കേണ്ടത്. അതാണ് ഇവിടുത്തെ പോളികോണിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഡി ഡാഷ് ഇ ഡാഷ്, അല്ലെങ്കിൽ സി ഡാഷിൽ നിന്ന് ഇ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് വരച്ചാലും മതി. ഡി ഡാഷ് ഇ ഡാഷ്, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് സി ഡാഷ് ആണ്, ഡി ഡാഷ് ഇ ഡാഷ്, കൺഫ്യൂഷൻ വരും പിന്നീട്. ദെൻ ഇ ഡാഷ് എഫ് ഡാഷ്, സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് ഇവ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പാരലൽസ് വരയ്ക്കുക എന്നുള്ളതാണ്. കോമ്പസിൽ സി ഡാഷ് ഈ ഡിസ്റ്റൻസ് എടുക്കുക. കോമ്പസിൽ സി ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക.
ദെൻ ഇവിടെ സി ഡാഷിൽ നിന്നും പാരലൽ വരയ്ക്കുക. ഒരു സി ഡാഷിൽ നിന്നൊരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഡി ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക കോമ്പസിൽ. ശ്രദ്ധിച്ച് ചെയ്യണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡി ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. കണ്ടല്ലോ അല്ലേ? എടുക്കുക. ഡി ഡാഷിൽ നിന്ന് ഡി വരച്ചു കൊടുക്കുക. ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. അവിടെ മാർക്ക് ചെയ്യാതിരുന്നാൽ കൺഫ്യൂഷൻ വരും. പിന്നീട് സി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ ഡിയിൽ നിന്ന് ഡി ഡാഷിൽ നിന്ന് ഡി വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇ ഡാഷ് മാർക്ക് ചെയ്യുക. ഇ ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. ഇ ഡാഷിൽ നിന്ന് ഇ വരച്ചു കൊടുക്കുക. നമ്മളിവിടെ പാരലൽസ് എല്ലാം വരച്ച് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി വേണ്ടത് ലോങ്ജിറ്റ്യൂഡ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെലാണ്, ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് നമ്മൾ സെയിം ബോൺസ് പ്രൊജക്ഷനിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഡിവൈഡറോ കോമ്പസോ എടുക്കുക. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഡിവൈഡറിൽ എടുക്കുന്നതാണ്. സോ ഞാൻ ഡിവൈഡറിലാണ് ഈ മെഷർമെൻറ്റ് എടുക്കുന്നത്. നമുക്ക് പി ഡാഷ് ഡിസ്റ്റൻസ്, ക്യൂ ഡാഷ് ഡിസ്റ്റൻസ്, ആർ ഡാഷ് ഡിസ്റ്റൻസ്, എസ് ഡാഷ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഡിവൈഡറിൽ എടുത്ത ശേഷം അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റീവ് പാരലൽസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് 30 ഡിഗ്രി. സി റെപ്രസെൻറ്റ്സ് എന്താണ്? സി ഡാഷിൻ്റെ വരുന്ന ഈ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 30 ഡിഗ്രി പാരലലിനെയാണ്. അപ്പോൾ ഈ 30 ഡിഗ്രി പാരലൽ നമ്മൾ വരച്ചെടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും സിയിൽ മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന എസ് ഡാഷ് എന്ന ഈ ഡിസ്റ്റൻസ് ആണ്. എസ് ഡാഷ് ഡിസ്റ്റൻസ് ആണ് ആർക്കിൽ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, എസ് ഡാഷ്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എവിടെ വരച്ചു കൊടുക്കേണ്ടത്? 30 ഡിഗ്രി പാരലലിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്ര എണ്ണം വേണം എന്ന് നമുക്കറിയാം. 45 ഡിഗ്രി വെസ്റ്റ് മുതൽ 45 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 45 ഡിഗ്രി മുതൽ 45 ഡിഗ്രിയിൽ വെസ്റ്റിൽ നിന്നും 15 ഡിഗ്രി ഇൻ്റർവെല്ലിൽ 45, 30, 15, 0, 15 ഡിഗ്രി ഈസ്റ്റ്, ദെൻ 30 ഡിഗ്രി, 45 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് വരുന്നത്. 45 ഡിഗ്രി ഈസ്റ്റ് ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് 0 ആണ്. അപ്പോൾ അത് 0 ആണ് സെൻട്രൽ മെറീഡിയനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് 3 ലെഫ്റ്റിലേക്കും 3 ഈസ്റ്റ്, 3 പോയിൻറ്റ് വെസ്റ്റിലേക്കും 3 പോയിൻറ്റ് ഈസ്റ്റിലേക്കുമാണ് വേണ്ടത്. അപ്പോൾ ഈ നമ്മൾ ഈ എസ് ഡാഷ് എന്ന ഈ മാർക്കിംഗ് എടുത്തത് നേരെ കൊണ്ടുപോയി സിയുടെ ആണല്ലോ എടുത്തത്. സി ആണല്ലോ 30 ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 3 ഈസ്റ്റിലേക്കും 3 വെസ്റ്റിലേക്കും, 3 പോയിൻറ്റ് ഈസ്റ്റിലേക്കും 3 പോയിൻറ്റ് വെസ്റ്റിലേക്കും മാർക്ക് ചെയ്തെടുക്കുക. 1, 2, 3. 1, 2, 3. അതുപോലെ 45 ഡിഗ്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആർ ഡാഷ് എന്ന് പറയുന്നത്. 45 ഡിഗ്രി പാരലലിൽ വേണ്ട ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ എല്ലാം ഇക്ക് വേണ്ടത് ഏതാണ്? ഇയിൽ വരുന്നത് ക്യൂ ഡാഷ് ആണ്, എഫിൽ വരുന്നത് പി ഡാഷ് ആണ്. ഇതെല്ലാം നമ്മളവിടെ റെസ്പെക്റ്റീവായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഡിവൈഡറിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര കാണാൻ പറ്റാത്തത്, എങ്കിലും കാണാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബോൺസ് പ്രൊജക്ഷനിൽ വരച്ച പോലെ തന്നെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ്, ലൂസ് കേർവ്സ് ആയിട്ടാണ് ഇത് വരയ്ക്കേണ്ടത്. കേർവ്ഡ് ലൈൻസ് ആണ് ഇവിടെയും നമുക്ക് വരുന്നത്. അത് ജസ്റ്റ് ഓരോ പോയിൻറ്റും കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യാം.
ഞാനിവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാരലൽസും മെറീഡിയൻസും വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഈ പ്രൊസീജിയറിലാണ് ബോൺസ് പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത്. പക്ഷേ എൻ്റെ ഈ ഡയഗ്രാം ശരിയാണെന്ന് ഞാൻ തീർത്തും പറയില്ല. കാരണം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തതുകൊണ്ട്, ക്യാമറയെ മുട്ടാതെയൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ചെറിയ അളവ് എടുത്തതിലൊക്കെയുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. പോയിൻറ്റിൻ്റെ വെളിയിലാണ് ചിലതൊക്കെ കിടക്കുന്നത്. അതാ ഞാൻ പോയിൻ്റ് എടുത്തലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്ക് വരാണ്ട് തന്നെ ആദ്യത്തെ ബേസ് ഡയഗ്രാം വരയ്ക്കുമ്പോഴേ എല്ലാം ശ്രദ്ധിച്ച് കറക്റ്റാക്കി വരയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം. ലോങ്ജിറ്റ്യൂഡിനൽ വാല്യൂസ് എഴുതണം, ലാറ്റിറ്റ്യൂഡിനൽ വാല്യൂസ് എഴുതണം, ടൈറ്റിൽ എഴുതണം, സ്കെയിൽ എഴുതണം. നമ്മുടെ പ്രൊജക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.